الحمد لله نحمده ونستعينه ونستغفره ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلله فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الكلام كلام الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار أيها الناس أوصيكم وإياي أولا بتقوى الله رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي إن أريد إلا الإصلاح ما استطعت وما توفيقي إلا بالله عليه توكلت وإليه أنيب أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم يا أيها الذين آمنوا استجيبوا لله وللرسول إذا دعاكم لما يحييكم فاعلموا أن الله يحول بين المرء وقلبه وأنه إليه تحشرون. ഏറ്റവും ആദരണീയരായ വിശ്വാസികളെ മനുഷ്യ സമൂഹത്തെ ഏറ്റവും ആദരണീയമായ നിലക്ക് വലഖദ് കറംനാ ബനി ആദം സന്തതികളെ നാം ആദരിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞ് അള്ളാഹു സൃഷ്ടിച്ച ആ ആദരവ് മഹത്വം നിലനിർത്തിക്കൊണ്ട് ജീവിക്കണമേ എന്ന് ആദ്യമായി ഉണർത്തുകയാണ്, വസിയത്ത് ചെയ്യുകയാണ്. ഇന്ന് ജൂൺ 26 ലോക ലഹരി വിരുദ്ധ ദിനമാണ്. പല അറബ് നാടുകളിലും ലോകത്തിന്റെ മിക്ക ഭാഗങ്ങളിലും ഇന്ന് വെള്ളിയാഴ്ച കൂടി ആയതുകൊണ്ട് നിർബന്ധ ജുമാ ഖുതുബ ലഹരിയുമായി ബന്ധപ്പെട്ട വിഷയമാണ്. അത് അത്രത്തോളം പ്രാധാന്യം അർഹിക്കുന്നത് കൊണ്ടാണ്. ലോകം നേരിടുന്ന ഏറ്റവും വലിയ ഒരു വെല്ലുവിളിയായി ഇന്ന് ലഹരി മാറിക്കൊണ്ടിരിക്കുന്നു. വളർന്നു വരുന്ന സമൂഹം, പ്രത്യേകിച്ച് യുവതലമുറ ലഹരിക്ക് അടിമപ്പെട്ട് നശിച്ചുകൊണ്ടിരിക്കുന്നു. ആ വിഷയത്തിന്റെ ഗൗരവം കണക്കിലെടുത്തുകൊണ്ട് തന്നെ മിക്കവാറും നാടുകളിലൊക്കെ ഖുതുബ പറയുന്ന വിഷയം ലഹരിയായിട്ടാണ് കാണുന്നത്. നമുക്കറിയാം, ഇസ്ലാം മനുഷ്യ സമൂഹത്തിന്റെ നന്മക്ക്, നല്ല നിലനിൽപ്പിന്, ശാന്തിയോടെ സമാധാനത്തോടു കൂടി മനുഷ്യർക്ക് ഭൗതിക ലോകത്ത് ജീവിക്കാൻ വേണ്ടി, അതിലുപരി പരലോകത്ത് അത്യുന്നതമായ വിജയം നേടാൻ വേണ്ടി മനുഷ്യരെ പ്രാപ്തരാക്കുന്ന മതമാണ്. അള്ളാഹു ലോകത്ത് പ്രവാചകന്മാരെ തെരഞ്ഞെടുത്ത് അയച്ചത് മനുഷ്യർ ആ നിലക്ക് സന്തോഷത്തിലും സമാധാനത്തിലും ജീവിക്കാൻ, പരലോകത്ത് വിജയം നേടിയെടുക്കാൻ വേണ്ടിയാണ്. അതുകൊണ്ട് തന്നെ വിശുദ്ധ ഖുർആൻ പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ദൗത്യത്തെ കുറിച്ച് പറഞ്ഞപ്പോൾ പറഞ്ഞു, യുഹില്ലു ലഹുമുത് ത്വയ്യിബാത്തി വയുഹരിമു അലൈഹിമുൽ ഖബായിസ്. എല്ലാ നല്ല കാര്യങ്ങളും അവർക്ക് അനുവദിച്ചു കൊടുക്കുകയും എല്ലാ മോശപ്പെട്ട കാര്യങ്ങളിൽ നിന്നും അവരോട് വിലക്കുകയും ചെയ്തിരിക്കുന്നു ആ പ്രവാചകൻ എന്ന്. നോക്കൂ നിങ്ങൾ, അള്ളാഹു പ്രവാചകന്മാരിലൂടെ മനുഷ്യരോട് ചെയ്യരുത് എന്ന് പറഞ്ഞ കാര്യങ്ങൾ, ചെയ്യരുത് എന്ന് പറഞ്ഞ് വിലക്കിയ ഹറാമായ കാര്യങ്ങൾ മനുഷ്യന്റെ ബുദ്ധിക്ക്, ആരോഗ്യത്തിന്, അഭിമാനത്തിന്, സമ്പത്തിന്, പരസ്പര ബന്ധത്തിന്, ഇങ്ങനെ 5 കാര്യങ്ങളിൽ ഏതെങ്കിലും ഒന്നിന് തകരാറ് വരുത്തുന്ന കാര്യങ്ങളായിരിക്കും അള്ളാഹു നിഷിദ്ധമാക്കിയ എല്ലാ കാര്യങ്ങളും.
മനുഷ്യന്റെ ബുദ്ധി, ആരോഗ്യം, അഭിമാനം, സമ്പത്ത്, മനുഷ്യർ തമ്മിലുള്ള പരസ്പര ബന്ധം, ഈ 5 കാര്യങ്ങൾക്ക് എതിരാകുമ്പോഴാണ് അള്ളാഹു പ്രവാചകന്മാരിലൂടെ ഏതൊരു കാര്യവും നിഷിദ്ധമാക്കിയത് നമുക്ക് കാണാൻ സാധിക്കുന്നത്. അപ്പൊ മനുഷ്യരോട് ഹറാമാക്കിയ കാര്യങ്ങൾ അത് നിഷിദ്ധമാണ്, നിങ്ങൾ ചെയ്യാൻ പാടില്ല എന്ന് പറയുമ്പോൾ, അനുവദിച്ച കാര്യങ്ങൾ നിങ്ങൾ ചെയ്തുകൊള്ളുക എന്ന് പറയുമ്പോൾ അള്ളാഹു നമ്മോട് പറയുന്നൊരു കാര്യമുണ്ട്. നിങ്ങൾക്ക് വമാ ജഅല അലൈക്കും ഫിദ്ദീനി മിൻ ഹറജ്, നിങ്ങൾക്ക് പ്രയാസമുണ്ടാകാൻ വേണ്ടി അല്ല ഇതൊന്നും നിങ്ങൾക്ക് ഹറാമാക്കുന്നത്, നിങ്ങൾക്ക് ഗുണകരമായിട്ടാണ് എന്ന്. അപ്പൊ ഇങ്ങനെ നമ്മള് വിശുദ്ധ ഖുർആൻ യാ അയ്യുഹല്ലദീന ആമനു, വിശ്വാസികളെ എന്ന് വിളിച്ചു പറഞ്ഞുകൊണ്ട് മദ്യവും ലഹരി വസ്തുക്കളും ഹറാമാക്കുമ്പോ അള്ളാഹു ഉദ്ദേശിക്കുന്നത് ഈ പറഞ്ഞ 5 കാര്യങ്ങളിലും മനുഷ്യർ സുരക്ഷിതരായിരിക്കണം. മനുഷ്യന്റെ ബുദ്ധിയോ ആരോഗ്യമോ സമ്പത്തോ അഭിമാനമോ പരസ്പര ബന്ധമോ ഒന്നും തകരാറിലാവാൻ പാടില്ല എന്നുള്ളതാണ്. നോക്കൂ, ഹറാം, കുല്ലു മുസ്കിരിൻ ഹറാം, ലഹരിയുള്ള മുഴുവൻ വസ്തുക്കളും നിഷിദ്ധമാണ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുമ്പോ ഈ 5 കാര്യങ്ങൾക്കും എതിരായിട്ടാണ് ഇത് വരുന്നത്. 5 കാര്യങ്ങൾക്കും എതിരായിക്കൊണ്ടാണ്. അപ്പൊ നമുക്കറിയാം, വിശുദ്ധ ഖുർആൻ നമ്മോട് പറഞ്ഞു, വലാ തുൽഖൂ ബിഐദീകും ഇല തഹ്ലുക, നിങ്ങൾ സ്വയം നാശത്തിലേക്ക് ചെന്ന് ചാടരുത് എന്ന് പറഞ്ഞു. ഒരു നിലക്കും ഒരു കാര്യത്തിലും നിങ്ങൾ സ്വയം നാശത്തിലേക്ക് ചെന്ന് ചാടരുത് എന്ന് പറഞ്ഞു. ലഹരി ലോകത്തിന് നാശമാണ് എന്ന് നമ്മൾ വലിയ പഠനങ്ങളൊന്നും നടത്തേണ്ടതില്ല. നമ്മൾ ജീവിക്കുന്ന സമൂഹത്തിലെ ലഹരിക്കടിമപ്പെട്ട വ്യക്തികളുടെയും സമൂഹത്തിന്റെ കുടുംബത്തിന്റെയും ജീവിതം എടുത്തു നോക്കിയാൽ മതി. ഇന്ന് ലോകാരോഗ്യ സംഘടന WHO നമുക്കറിയാം, 30 ലക്ഷത്തിലധികം ആളുകൾ വർഷം പ്രതി ലോകത്ത് മരിച്ചു വീണുകൊണ്ടിരിക്കുന്നത് ഈ ലഹരി കാരണം. അത് പല നിരക്കുള്ള രോഗങ്ങൾക്ക് അടിമപ്പെട്ടുകൊണ്ടാണ് എന്ന് പറയുന്നു. 30 ലക്ഷത്തിലധികം ആളുകൾ ലോകത്ത് ഒരു വർഷം മരിച്ചു വീണുകൊണ്ടിരിക്കുന്നത് ലഹരിക്ക് അടിമപ്പെട്ടത് കൊണ്ടാണ് എന്ന്. അത് ലിവറിന് തകരാറ് വരുത്തിയിട്ട് മറ്റു പല രോഗങ്ങൾക്ക് കാരണമായിക്കൊണ്ട്. അതുപോലെ തന്നെ 5 ലക്ഷത്തിലധികം ആളുകൾ എല്ലാ വർഷവും ലോകത്ത് മരിക്കുന്നത് ലഹരി അത് അമിതമായി ഉപയോഗിച്ചത് കൊണ്ടോ അല്ലെങ്കിൽ അതിൽ വിഷവസ്തുക്കൾ കലർന്നത് കൊണ്ടോ ആണ്. 5 ലക്ഷത്തിലധികം ആളുകൾ ലോകത്ത് പ്രതിവർഷം മരിക്കുന്നത് ഒന്നുകിൽ അത് ഉപയോഗിച്ചത് അമിതമായി പോയി, അമിതമായി കുറച്ച് കൂടിപ്പോയി ഉപയോഗിച്ചത്, അതല്ലെങ്കിൽ അതിൽ വിഷവസ്തുക്കൾ കലർന്നത് കൊണ്ടാണ് എന്നാണ്. ഇതുപോലെ തന്നെ ഇപ്പൊ പുകയില എന്ന വസ്തു നേർക്കുനേരെ ലഹരി അല്ലെങ്കിൽ പോലും ലഹരിയിലേക്ക് എത്തിക്കുന്നതാണ്. ഈ പുകയില ഉൽപ്പന്നങ്ങൾ കൊണ്ട് ലോകത്ത് പ്രതിവർഷം അതിന്റെ ദുരന്തം കാരണം അത് ക്യാൻസർ ബാധിച്ചിട്ടും ലിവറിന് തകരാറ് വരുത്തിയിട്ടും മറ്റു പല നിലക്കുള്ള ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടായിക്കൊണ്ടും ലോകത്ത് പ്രതിവർഷം 80 ലക്ഷത്തോളം ആളുകളാണ് പുകയില ഉൽപ്പന്നങ്ങൾ കാരണമായി മരണപ്പെടുന്നത് എന്നാണ്. അപ്പൊ ഇതൊക്കെ നമ്മെ ബോധ്യപ്പെടുത്തി തരുന്നൊരു കാര്യം. എല്ലാ നല്ല കാര്യങ്ങളും നിങ്ങൾക്ക് അനുവദിച്ചിരിക്കുന്നു, എല്ലാ മോശപ്പെട്ട കാര്യങ്ങളും നിങ്ങളോട് വിലക്കിയിരിക്കുന്നു. നിങ്ങൾക്ക് ബുദ്ധിക്കോ ആരോഗ്യത്തിനോ അഭിമാനത്തിനോ സമ്പത്തിനോ പരസ്പര ബന്ധത്തിനോ തകരാറാകുമ്പോഴാണ് അള്ളാഹു ഒരു കാര്യം നിങ്ങൾക്ക് നിഷിദ്ധമാക്കുന്നത് എന്ന് പറയുമ്പോ എത്രമാത്രം മനുഷ്യ സമൂഹത്തിന്റെ ഗുണകരമായ നിലനിൽപ്പിന് വേണ്ടിയാണ് മനുഷ്യനെ സൃഷ്ടിച്ച റബ്ബ് നിങ്ങളോട് അതിലേക്ക് അടുക്കരുത് എന്ന് പറയുന്നത്. പിന്നെ അള്ളാഹ് സൃഷ്ടിക്കാതിരുന്നാ പോരെ എന്നൊക്കെ ചോദിക്കും ചില ആൾക്കാർ. ഇന്നത്തെ കാലത്ത് അങ്ങനെയാണ് മനുഷ്യന്മാര്. അള്ളാഹു ഒരു പരീക്ഷണമായിക്കൊണ്ടാണ് ഭൂമിയിലേക്ക് നമ്മെ പടച്ചുവിട്ടത് എന്ന് അള്ളാഹു ഖുർആനിൽ നമ്മെ ധാരാളം സ്ഥലത്ത് ഉണർത്തിയിട്ടില്ലേ. ഒരുപാട് തിന്മകൾ ഉണ്ടാകും, ഒരുപാട് രസകരമായ കാര്യങ്ങൾ ഉണ്ടാകും, പക്ഷെ നിങ്ങൾക്ക് അത് ദോഷകരമാണ്,
പ്രത്യക്ഷത്തിൽ നിങ്ങൾക്ക് ഗുണകരമായി തോന്നിയാലും ദോഷകരമാണ്. നിങ്ങൾ അതിൽ അകപ്പെടരുത് എന്ന് പറഞ്ഞാൽ പിന്നെ അകപ്പെടാൻ പാടില്ല. നിങ്ങൾ അത് ഉപയോഗിക്കരുത് എന്ന് പറഞ്ഞാൽ ഉപയോഗിക്കാൻ പാടില്ല. ഇപ്പൊ നമുക്കറിയാം, ഇതിനൊക്കെ പുറമെ, ഈ മരണത്തിന് പുറമെ രോഗത്തിന് അടിമപ്പെടുക. ഇപ്പൊ മനുഷ്യര് മാനസികമായ സമ്മർദ്ദത്തിൽ, ഡിപ്രഷൻ അടിമപ്പെടുക, അതുപോലെ തന്നെ ഉത്കണ്ഠക്ക് അടിമപ്പെടുക, പല നിരക്കുള്ള മാനസിക പ്രശ്നങ്ങള്, ഹൃദ്രോഗം, ക്യാൻസർ, ഇതൊക്കെ ഈ പറഞ്ഞ മരണത്തിന് പുറമെ ലോകത്ത് മനുഷ്യര് ലക്ഷക്കണക്കിന് ആളുകൾ ഇതുകൊണ്ടൊക്കെ പ്രയാസങ്ങൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നു എന്നാണ് പഠനങ്ങൾ പറയുന്നത്. മരണത്തിന് പുറമെ, മരണം ഓരോ വർഷവും സംഭവിക്കുന്ന കണക്കാണ് ഞാൻ പറഞ്ഞത്, അതിന് പുറമെ മനുഷ്യർ മാനസികമായ പ്രയാസങ്ങള്, ഇങ്ങനെ പല നിരക്കുള്ള പ്രശ്നങ്ങൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നു എന്നാണ്. അതുപോലെ സമൂഹം നേരിടുന്ന ഏറ്റവും വലിയ ഒരു വിപത്ത് കുടുംബ തകർച്ചയാണെന്ന. കുടുംബത്തിന് സ്വസ്ഥതയും സമാധാനവും ഇല്ലാതിരിക്കുക. മുമ്പ് ഈ അടുത്ത കാലം വരെ പുരുഷന്മാര് മദ്യപിച്ച് വന്നിട്ട് വീട്ടിൽ വന്ന് ലഹളണ്ടാക്കുകയും ഭാര്യയെയും മക്കളെയും ഉപദ്രവിക്കുകയൊക്കെ ചെയ്യുന്ന ഒരു അവസ്ഥയായിരുന്നു. ഇന്നിപ്പോ സ്ത്രീകളും മദ്യപിച്ചിട്ട് റോഡിലേക്ക് ഇറങ്ങാൻ തുടങ്ങിയിട്ടുണ്ട്, അടിപിടി ഉണ്ടാക്കുകയും ഗുസ്തി നടത്തുകയൊക്കെ ചെയ്യുന്ന ഒരു അവസ്ഥയിലേക്ക് എത്തിയിട്ടുണ്ട്. അപ്പൊ കുടുംബ തകർച്ച ഉണ്ടാകുന്നുണ്ട് എന്നതാണ്. അതുപോലെ തന്നെ കിട്ടുന്ന പണം മുഴുവൻ ലഹരിക്ക് വേണ്ടി ഉപയോഗപ്പെടുത്തിയിട്ട് മക്കൾക്കും കുടുംബത്തിനും വേണ്ടത്ര ചെലവിന് കൊടുക്കാനും അവരുടെ ആവശ്യങ്ങൾ നിർവഹിച്ചു കൊടുക്കാനും സാധിക്കാത്ത ഒരവസ്ഥ പല കുടുംബങ്ങളും എത്തിപ്പെടുന്നു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ കഫാ ബിൽ മർഇ ഇസ്മൻ അൻ യുളയ്യ മൻ യഊലു, താൻ ചെലവിന് കൊടുക്കൽ ബാധ്യതപ്പെട്ട ആളുകൾക്ക് ചെലവിന് കൊടുക്കാതിരിക്കുക എന്നത് തന്നെ മതി ഒരു മനുഷ്യൻ അള്ളാഹുവിന്റെ അടുക്കൽ പാപിയായിട്ട് രേഖപ്പെടുത്തപ്പെടാൻ എന്ന് പറഞ്ഞിട്ടുണ്ട്. അവൻ മുസ്ലിം നാമധാരിയാണെങ്കിൽ മറ്റൊരു കുറ്റവും അവൻ ചെയ്യേണ്ടതില്ല. കുടുംബത്തിന് ചെലവ് കൊടുക്കാതിരുന്നാൽ മാത്രം മതി അള്ളാന്റെ അടുക്കൽ പാപിയായിട്ട് രേഖപ്പെടുത്തപ്പെടാൻ എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അറിയിക്കുന്നുണ്ട്. ഇന്ന് കോടതികളിലുള്ള കുടുംബ പ്രശ്നങ്ങൾ ഉണ്ടല്ലോ, അതിൽ 55% ഇന്ന് കോടതികളിൽ നടന്നുകൊണ്ടിരിക്കുന്ന കുടുംബ പ്രശ്നങ്ങളിൽ 55%-ലധികവും ലഹരി കാരണമായി ഉണ്ടായിട്ടുള്ള പ്രശ്നങ്ങളും കാരണമായിക്കൊണ്ടാണ് എന്ന് പറയപ്പെടുന്നു, കണക്കുകൾ പറയുന്നു. അപ്പൊ എത്രത്തോളം മാരകമായ ഒരു വിപത്താണ് അല്ലാഹുവിന്റെ ഖുർആൻ, യാ അയ്യുഹല്ലദീന ആമനു ഇന്നമൽ ഖംറു വൽ മൈസിറു വൽ അൻസാബു വൽ അസ്ലാമു റിജ്സും മിൻ അമലി ശൈത്വാൻ. മദ്യം, ചൂതാട്ടം, അതുപോലെ തന്നെ ലക്ഷണം നോക്കൽ, ബലിപീഠങ്ങൾ, അല്ലാഹു അല്ലാത്തവർക്ക് ബലിയറുക്കുന്ന ബലിപീഠങ്ങൾ, അതൊക്കെ മ്ലേച്ഛമായ പൈശാചികമായ പ്രവർത്തനങ്ങളാണ് എന്ന് അല്ലാഹു ഫജ്തനിബൂഹു, നിങ്ങൾ അതൊക്കെ വെടിയണം എന്ന് അല്ലാഹ് പറയുമ്പോ നമ്മൾ സമൂഹത്തിൽ ഇങ്ങനെ കൃത്യമായിട്ട് കാണുക അള്ളാഹിന്റെ ദീനിന്റെ മഹത്വം, അള്ളാഹുവിന്റെ ഖുർആനിന്റെ മഹത്വം, ആ ഖുർആൻ പഠിപ്പിച്ചു തരുന്ന പാഠങ്ങൾ എത്രത്തോളം മഹനീയമാണ്, സമൂഹത്തിന് എത്രത്തോളം അന്തസ്സുള്ള ജീവിതം നൽകുന്നതാണ് എന്ന്. അതുപോലെ തന്നെ സാമ്പത്തിക തകർച്ച, ലക്ഷങ്ങളുടെ ആസ്തിയുള്ള ആളുകള് അവര് മദ്യത്തിനടിമപ്പെട്ട് കമ്പനി കൂടി മദ്യപിച്ച് കൃത്യമായി ജോലി ചെയ്യാൻ സാധിക്കാതെ വന്ന് ഉത്തരവാദിത്തങ്ങളിലൊന്നും ശ്രദ്ധിക്കാൻ കഴിയാതെ വന്ന് തകർന്നു പോയ എത്ര കുടുംബങ്ങൾ നമുക്ക് കാണാൻ പറ്റും. നമ്മുടെ നാട്ടിൽ, നമ്മുടെ പരിസര പ്രദേശങ്ങളിലൊക്കെ തന്നെ കാണാൻ പറ്റും. അപ്പൊ സാമ്പത്തികമായ തകർച്ചയിലേക്ക് ലഹരി എത്തിക്കുന്നു എന്നതാണ്. അപ്പൊ എല്ലാ നിലക്കും ഇപ്പൊ 5 കാരണമായല്ലോ. ബുദ്ധി നശിക്കും എന്നത് മദ്യപിച്ചാൽ എന്താണ് പറയുന്നത്, എന്താണ് ചെയ്യുന്നത് എന്ന് ഓർമ്മയില്ലാത്തത് കൊണ്ടാണ് കൊലപാതകങ്ങളിൽ വരെ എത്തുന്നത്. നിസ്സാരമായ പ്രശ്നങ്ങൾക്ക് പരസ്പരം കലഹമുണ്ടാക്കി കൊല്ലുന്നത്. അപ്പൊ ഈ അടുത്ത് നമ്മൾ കണ്ടല്ലോ, ചെറുപ്പക്കാര്, കുടുംബക്കാര് സ്വന്തം സഹോദരനെ വരെ റോട്ടിലിട്ട് പരസ്യമായിട്ട് അടിച്ചങ്ങോട്ട് കൊല്ലുകയാണ്. ചെയ്യുന്നത് എന്താന്ന് ഓർമ്മയില്ല, അവൻ മരിക്കുന്നുണ്ടോ ഇല്ലെന്നൊന്നും ചിന്തല്ല. അങ്ങനെ ബുദ്ധി നഷ്ടപ്പെടുക, ആരോഗ്യം നഷ്ടപ്പെടുക, അഭിമാനം. അത്തരത്തിലുള്ള ആൾക്കാരെ വിലകൽപ്പിക്കുക സമൂഹത്തില്. അപ്പൊ അഭിമാനം നഷ്ടപ്പെടുക. അവനൊരു മദ്യപാനിയാണ് അല്ലെങ്കിൽ ഒരു ലഹരി ഉപയോഗിക്കുന്നവനാണ് എന്ന് വന്നു കഴിയുമ്പോ പിന്നെ സമൂഹത്തിൽ അവനൊരു വിലയില്ല. അപ്പൊ അഭിമാനം നഷ്ടപ്പെടുന്നു. അതുപോലെ തന്നെ പരസ്പര ബന്ധങ്ങള്, സമ്പത്ത് നഷ്ടപ്പെടുന്നു. നമുക്കറിയാം. അതുപോലെ ഈ ഒരുപാട്
കുറ്റകൃത്യങ്ങള് ഈ 55% കോടതികൾ നടക്കുന്ന കേസുകളിൽ ലഹരിയുമായി ബന്ധപ്പെട്ടതാണെന്ന് പറഞ്ഞാൽ അധികവും ഇന്നത്തെ സമൂഹത്തില് ഈ ലഹരിക്ക് വേണ്ടി പണം കിട്ടാതെ പിടിച്ചു പറയും കൊലപാതകവും അക്രമവും നടത്തിയിട്ടുള്ളതാണ് എന്ന ഈ 55% അതിലൊക്കെ പെടുന്ന ലഹരിക്ക് വേണ്ടി പണം ഉണ്ടാക്കാൻ വേണ്ടി മറ്റുള്ളവനെ കൊല്ലുക, അതുപോലെ തന്നെ പിടിച്ചു പറയും കൊള്ളയും നടത്തുക. ഇങ്ങനെയുള്ള അവസ്ഥയിലേക്ക്, ഒരു തകർച്ചയിലേക്ക് സമൂഹം എത്തിക്കൊണ്ടിരിക്കുക. വളർന്നു വരുന്ന തലമുറയാണ്, പ്രത്യേകിച്ച് വളർന്നു വരുന്ന തലമുറ ഇതിന് അഡിക്റ്റ് ആക്കിക്കൊണ്ട് തങ്ങളുടെ സാമ്പത്തികമായ നേട്ടം ലക്ഷ്യം വെച്ചുകൊണ്ട് പുതുതലമുറ വളർന്നു വരുന്ന മക്കളെ ഇതിന് അഡിക്റ്റ് ആക്കാൻ വേണ്ടിയുള്ള ശ്രമങ്ങൾ വ്യാപകമായി നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. മിഠായികളിലൂടെ ലഹരി നുണയാൻ കൊടുക്കുക, ഒരിക്കൽ കഴിച്ച മിഠായി അത് തന്നെ പിന്നെയും പിന്നെയും കിട്ടണമെന്ന് കുട്ടികൾക്ക് തോന്നുന്ന ഒരവസ്ഥ ഉണ്ടാവുക, സ്കൂളിന്റെ പരിസരങ്ങളിലൊക്കെ ഇത്തരം വസ്തുക്കൾ എത്തിക്കുക, എന്നിട്ട് മക്കളെ ഇതിന് അടിമകളാക്കുക. ഇങ്ങനെ ഒരു ഭീകരമായ ഒരു അവസ്ഥയിലേക്ക് നമ്മുടെ സമൂഹം പോയിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഇപ്പൊ നമുക്കറിയാം, കലാലയങ്ങളിലൊക്കെ ഉള്ള കുട്ടികള് നടത്തുന്ന അക്രമങ്ങളൊക്കെ പലതും ലഹരിക്ക് അടിമപ്പെട്ടുകൊണ്ട് ചെയ്യുന്ന അക്രമങ്ങൾ ഉണ്ട് എന്നത്. ഇങ്ങനെ സമൂഹം നശിച്ചുകൊണ്ടിരിക്കുന്ന ഒരവസ്ഥയിൽ നമ്മൾ മനസ്സിലാക്കുന്നത് എങ്ങനെയാണ് ലഹരിയിലേക്ക് എത്തിപ്പെടുന്നത് നമുക്കറിയാം. ഒന്ന്, ചങ്ങാത്തത്തിലൂടെയാണ്. കൂട്ടുകാര് പറയുക, ഇതിനടിമപ്പെട്ട ആളുകൾ പറയുക, അവരോട് കൂട്ടുകൂടുക. അപ്പോ അത് വളർന്നു വരുന്ന മക്കളും യുവാക്കളും എല്ലാവരും ശ്രദ്ധിക്കേണ്ടതാണ്. അള്ളാഹുവിന്റെ റസൂല് വളരെ കൃത്യമായി നമ്മോട് പറഞ്ഞത്, അൽ മർഉ ഫീ ദീനി ഖലീലിഹി, ഒരു മനുഷ്യൻ അവന്റെ സഹോദരന്റെ മതത്തിലാണ്. അതുകൊണ്ട് ഫൽ യൻദുർ മൻ യുഖാലിലുഹു, ആരെയാണ് ചങ്ങാതിയാക്കേണ്ടത്, കൂട്ടുകാരനാക്കേണ്ടത് എന്ന് ഓരോരുത്തരും നോക്കിക്കൊള്ളട്ടെ എന്നാണ്. അപ്പോ തന്റെ സഹോദരന്റെ മതത്തിലായിരിക്കും. അപ്പൊ നല്ല കൂട്ടുകാരെ സെലക്ട് ചെയ്യാൻ ശ്രദ്ധിക്കണം, ചീത്ത ചങ്ങാത്തം ഒഴിവാക്കണം. തിന്മയിലേക്ക് നയിക്കുമെന്ന് തോന്നുമ്പോ ആ ചങ്ങാത്തം ഒഴിവാക്കണം. നാളെ പരലോകത്തെത്തുമ്പോ യാ വൈലത്താ ലൈതനി ലം അത്തഖിദ് ഫുലാനൻ ഖലീലാ, ഇന്നാലിന്ന ചങ്ങാതിയെ ഞാൻ എന്റെ കൂട്ടുകാരനാക്കിയിരുന്നില്ല എങ്കിൽ എത്ര നന്നായിരുന്നു എന്ന് വിലപിക്കേണ്ടി വരുന്ന ഒരവസ്ഥ നമുക്ക് ഉണ്ടാവാൻ പാടില്ല. അതുകൊണ്ട് തന്നെ ഓരോരുത്തരും ശ്രദ്ധിക്കുക, അവനവന്റെ ചങ്ങാത്തം, നന്മയിലേക്ക് നയിക്കുന്ന ചങ്ങാതികളെ, കൂട്ടുകാരെ തിരഞ്ഞെടുക്കാൻ ശ്രമിക്കുക എന്നതാണ്. അപ്പൊ ഒന്ന്, ലഹരിക്ക് അടിമപ്പെടുത്തുന്നതിൽ ഒന്നാമത്തെ കാര്യം ചങ്ങാത്തമാണ്. അതുപോലെ തന്നെ രണ്ടാമത്തത് കുടുംബ പ്രശ്നങ്ങള്, ജോലിയിലുള്ള ടെൻഷനുകള്, ഇങ്ങനെ ഒരുപാട് പരീക്ഷ എഴുതേണ്ടി വരുന്നതിലുള്ള ടെൻഷനുകൾ, ഇങ്ങനെ ഒരുപാട് ടെൻഷനുകളും പ്രയാസങ്ങളുമാണ് രണ്ടാമത്തെ കാരണമായിട്ട് ലഹരിക്ക് അടിമപ്പെടാൻ, ഒരല്പം ആശ്വാസം കിട്ടാൻ, സമാധാനം കിട്ടാൻ ഒരല്പം ലഹരി നുണഞ്ഞു നോക്കുക. ഇതാണ് രണ്ടാമത്തെ കാരണമായിട്ട്, ലഹരിക്ക് മനുഷ്യർ അടിമപ്പെടാനുള്ള കാരണമായിട്ട് പറയുന്നത്. നോക്കൂ നിങ്ങൾ, താൽക്കാലികമായി ഒരു പക്ഷേ ആശ്വാസം കിട്ടുക എന്ന് വന്നേക്കാം. പക്ഷെ ആ ലഹരിക്ക് അടിമപ്പെടുന്നത് കൊണ്ട് മനുഷ്യൻ ദുനിയാവിലും നാളെ ആഖിറത്തിലും നശിച്ചു പോകുന്ന ഒരു അവസ്ഥയിലേക്കാണ് എത്തിപ്പെടുക. അവിടെയാണ് അള്ളാഹു നമ്മോട് പറയുന്നുണ്ട്, അലാ ബിദിക്രില്ലാഹി തത്മഇന്നുൽ ഖുലൂബ്, അറിയുക, നിങ്ങൾ റബ്ബിനെ കുറിച്ചുള്ള ഓർമ്മ, റബ്ബിനോട് വിഷമങ്ങളും വേദനകളും പറയുക. എന്നെ സൃഷ്ടിച്ചവൻ, എനിക്ക് പരീക്ഷണങ്ങൾ ഏർപ്പെടുത്തിയവൻ, എനിക്ക് പ്രയാസങ്ങൾ ഏർപ്പെടുത്തിയവൻ അള്ളാഹു, ആ അള്ളാഹുവിലേക്ക് ഞാൻ അടുക്കുകയും അവനോട് ഞാൻ അവനിലേക്ക് ഞാൻ അഭയം തേടുകയും എന്റെ വേദനകളും വിഷമങ്ങളും അവനോട് പറയുകയും ചെയ്തുകൊണ്ട് ഞാൻ എനിക്ക് സമാധാനം കണ്ടെത്തട്ടെ. അങ്ങനെ സമാധാനം കണ്ടെത്തുക, അവർക്ക് മാത്രമാണ് ഇഹലോകത്തും പരലോകത്തും ശരിയായ സമാധാനം ലഭിക്കുക. അതാണ് അള്ളാഹ് പറഞ്ഞ, അലാ അറിയുക, ബിദിക്രില്ലാഹി തത്മഇന്നുൽ ഖുലൂബ്, ഹൃദയത്തിന് ശാന്തി ലഭിക്കുന്നത്, സമാധാനം ലഭിക്കുന്നത് സൃഷ്ടിച്ച റബ്ബിനെ കുറിച്ച് ചിന്തിക്കുമ്പോ, അവനെ ഓർക്കുമ്പോ മാത്രമാണ്. അല്ലാതെ ലഹരി കൊണ്ട് താൽക്കാലികമായ സമാധാനം കിട്ടും, അത് സർവനാശത്തിലേക്കാണ് എത്തിപ്പെടുക എന്ന് നമ്മൾ മനസ്സിലാക്കണം. അതുപോലെ തന്നെ സിനിമയുടെയും മറ്റ് മാധ്യമങ്ങളും, ഈ സിനിമയും മറ്റ് മാധ്യമങ്ങളും ഒക്കെ മദ്യവും മറ്റ് ലഹരി വസ്തുക്കളും ഒക്കെ ഉപയോഗിക്കുക എന്ന് പറയുന്നത് എന്തോ ഒരു ഹീറോയിസമായിട്ട് സമൂഹത്തിന്റെ മുമ്പിൽ അവതരിപ്പിക്കുന്നു എന്നത് ലഹരിക്ക് പുതുതലമുറ അടിമപ്പെടാനുള്ള ഒരു കാരണമായി മാറിയിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് അത് ശ്രദ്ധിക്കേണ്ടതാണ്. അതൊരു ഹീറോയിസം അല്ല, നാശത്തിന് കാരണമാണ് എന്ന് ഈ സമൂഹത്തെ ബോധവൽക്കരിക്കേണ്ടുന്ന ഒരു ആവശ്യമുണ്ട്. അതുപോലെ തന്നെയാണ് ലഹരിയുടെ ലഭ്യത. സുലഭമായി ലഹരി ലഭിക്കുന്നു എന്നത്
ലഹരിക്ക് ആളുകൾ കൂടുതൽ അടിമപ്പെടാനുള്ള ഒരു കാരണമാകുന്നുണ്ട്. ഇന്നിപ്പോ ഗവൺമെന്റ് വിചാരിച്ചാൽ, ഓരോ ഗവൺമെന്റുകളും വിചാരിച്ചാൽ ഇതൊക്കെ നിർത്താൻ പറ്റും. പക്ഷെ ഗവൺമെന്റുകളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് അവരുടെ പണം സ്വരൂപിക്കുക, കാര്യങ്ങളൊക്കെ നടത്തുക, റവന്യൂ വരുമാനം ഉണ്ടാക്കാൻ വേണ്ടി മാറി വരുന്ന ഗവൺമെന്റുകളൊക്കെ പുറത്തേക്ക് ലഹരി വിരുദ്ധം എന്ന് പറയുമെങ്കിൽ പോലും പൂർണ്ണമായി ലഹരിയിൽ നിന്ന് സമൂഹത്തെ മുക്തമാക്കാൻ ആവശ്യമായ പ്രവർത്തനങ്ങൾ നടത്താൻ അവർക്ക് സാധിക്കുന്നില്ല എന്നത് ലഹരിക്ക് സമൂഹം അടിമപ്പെടാനുള്ള ഒരു കാരണമാണ്. ഇപ്പൊ നമ്മൾ വ്യാജമദ്യം എന്ന് ഈ ഗവൺമെന്റ് ഒക്കെ പറയും, വ്യാജമദ്യം. നമ്മൾ വിചാരിക്കും അതെന്തോ മോശപ്പെട്ട കാര്യമാണ്. എല്ലാ മദ്യവും മോശപ്പെട്ട കാര്യമാണ്. പിന്നെ ഇവരുടെ ഗവൺമെന്റിന്റെ കണക്കിലും വ്യാജമദ്യം എന്ന് പറയുന്നത് ആ ഔദ്യോഗികമായി അവരുടെ പിന്നെ ഈ ഷോപ്പുകൾ ഉണ്ടല്ലോ, ബാറുകൾ, ആ ഔദ്യോഗികമായി നികുതി പിരിച്ചുകൊണ്ട് ബാറുകളിലൂടെ വിൽക്കുന്നത് അനുവദനീയ മദ്യം, അല്ലാത്തത് വ്യാജമദ്യം. അവരുടെ ഗവൺമെന്റിന്റെ കണക്കിൽ അതാണ്. അപ്പം ഈ കള്ളവാറ്റിലൂടെ നടത്തുന്ന ആക്കെ വ്യാജമദ്യം. ഇസ്ലാമിന്റെ കാഴ്ചപ്പാടിൽ എല്ലാം വ്യാജമാണ്, എല്ലാം മോശമാണ്. ഗവൺമെന്റിന് ഒരു പക്ഷെ അനുവദിക്കപ്പെട്ട മദ്യം, അപ്പൊ അവർക്ക് നികുതി കിട്ടുന്നത് കൊണ്ടാണ്. അപ്പം വ്യാജമദ്യം എന്നില്ല, എല്ലാം വ്യാജമാണ്. എല്ലാം മനുഷ്യന്റെ ബുദ്ധിയെയും ആരോഗ്യത്തെയും നശിപ്പിക്കുന്നതാണ്. എല്ലാം ഒഴിവാക്കപ്പെടാൻ ആവശ്യമായ പ്രവർത്തനങ്ങൾ ഗവൺമെന്റുകളൊക്കെ നടത്തേണ്ടതാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മോട് കുല്ലു മുസ്കിരിൻ ഹറാം, ലഹരി ഉണ്ടാക്കുന്ന എല്ലാ വസ്തുക്കളും നിഷിദ്ധമാണെന്ന് പറയുമ്പോൾ വിശുദ്ധ ഖുർആൻ ലഹരിക്ക് പ്രയോഗിക്കുന്ന വാക്ക് ഹംറ് എന്ന വാക്കാണ്. ഹംറ് എന്ന് പറഞ്ഞാൽ ബുദ്ധിയെ മറച്ചു കളയുന്ന, ബുദ്ധിയെ മറച്ചു കളയുന്ന, ബുദ്ധിയെ നീക്കിക്കളയുന്ന കാര്യം എന്നാ. അപ്പം ബുദ്ധിയെ നീക്കിക്കളയുന്ന, താൽക്കാലികമായെങ്കിലും ബുദ്ധിയെ മരവിപ്പിക്കുന്ന എല്ലാ ലഹരി വസ്തുക്കളും ഇസ്ലാമിന്റെ കാഴ്ചപ്പാടിൽ നിഷിദ്ധമാണ്. അതിൽ വ്യാജം അല്ലെങ്കിൽ അനുവദിക്കപ്പെട്ടത് എന്ന് പറഞ്ഞൊന്നും ഇല്ല. അതൊക്കെ ഗവൺമെന്റിന്റെ ചില നികുതിയുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങൾ. അപ്പൊ അതുകൊണ്ട് എല്ലാ ലഹരി വസ്തുക്കളോടും വിട പറയാൻ അല്ലെങ്കിൽ അതിലൊക്കെ നിൽക്കാൻ ആവശ്യമായ ബോധവൽക്കരണം നടത്തുക എന്നത് മുസ്ലിമീങ്ങളായ നമ്മുടെ ഓരോരുത്തരുടെയും ബാധ്യതയാണ്. ഒരിക്കൽ പോലും അതിൽ ഒരു പെഗ് പോലും ഒരൽപ്പം പോലും ഉപയോഗിച്ചു പോകുന്ന ആ ഒരു അവസ്ഥയിലേക്ക്, മൻഫലൂത്തിയുടെ കഅ്സുൽ ഊല എന്ന് പറഞ്ഞൊരു കഥ ഉണ്ട്. ആദ്യത്തിൽ കമ്പനിക്ക് അടിമപ്പെട്ട് ഫസ്റ്റ് പെഗ് അടിച്ചു പോകുന്ന ഒരു അവസ്ഥ, ആ അവസ്ഥയിൽ പെട്ടുപോവാതിരിക്കാനാണ് മുസ്ലിം സമുദായത്തിൽപ്പെട്ട ഓരോ മെമ്പറും ശ്രദ്ധിക്കേണ്ടത് എന്ന് ഓരോരുത്തർക്കും ബോധമുണ്ടാവുക. അള്ളാഹു അവൻ ഇഷ്ടപ്പെടാത്ത തിന്മകളിൽ നിന്ന് നമ്മെ ഓരോരുത്തരെയും രക്ഷിക്കുമാറാവട്ടെ. യഥാർത്ഥ മുസ്ലിമായി അള്ളാഹുവിന്റെ ഈ വിധിവിലക്കുകൾക്ക് കീഴടങ്ങി ജീവിക്കുന്ന സജ്ജനങ്ങളിൽ നമ്മെ അവരെ ഉൾപ്പെടുത്തുമാറാവട്ടെ. അൽഹംദുലില്ലാഹ് വസല്ലല്ലാഹു അലാ നബിയ്യിനാ മുഹമ്മദിൻ അഷ്റഫുൽ മഖ്ലൂഖീൻ റഹ്മത്തൽ ലിൽ ആലമീൻ വഅലാ ആലിഹി വസഹ്ബിഹി വഅലാ ജമീഇൽ അംബിയാഇ വൽ മുർസലീൻ വത്താബിഈന ലഹും ബിഇഹ്സാനിൻ ഇലാ യൗമിദ്ദീൻ ഇത്തഖുല്ലാഹ യാ ഇബാദല്ലാഹ്. ആദരണീയരായ വിശ്വാസികൾ, ഒരിക്കൽ കൂടി അള്ളാഹുവിന്റെ വിധിവിലക്കുകളെ ജീവിതത്തിൽ പാലിക്കണമേ എന്ന് ഉണർത്തുകയാണ്, വസിയത്ത് ചെയ്യുകയാണ്. ലഹരി കൊണ്ട് മനുഷ്യൻ നശിക്കുമെന്നും മനുഷ്യൻ എല്ലാ നിലക്കും അതുകൊണ്ട് നാശം മാത്രമാണ് ഉള്ളത് എന്നുമാണ് ഒന്നാം ഖുത്ബയിൽ നമ്മൾ മനസ്സിലാക്കിയത്. അതിലുപരി നാളെ പരലോകത്ത് നമുക്ക് ലഭിക്കാനിരിക്കുന്ന ശിക്ഷയെക്കുറിച്ച് കൂടി വിശ്വാസികൾക്ക് ബോധമുണ്ടാവേണ്ടതുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അറിയിക്കാണ്, ലഅനല്ലാഹുൽ ഖംറ, അള്ളാഹു മദ്യത്തെ ശപിച്ചിരിക്കുന്നു. അപ്പൊ അള്ളാഹു ശപിച്ച ഒരു വസ്തുവാണ്. അത് കുടിക്കുന്നവനെയും കുടിപ്പിക്കുന്നവരെയും അള്ളാഹു ശപിച്ചിരിക്കുന്നു. അത് വിൽക്കുന്നവനെയും വാങ്ങുന്നവരെയും അള്ളാഹു ശപിച്ചിരിക്കുന്നു. അത് ഉൽപ്പാദിപ്പിക്കുന്ന ആളുകളെയും അള്ളാഹു ശപിച്ചിരിക്കുന്നു. അപ്പൊ അള്ളാഹുവിന്റെ ശാപത്തിന് കാരണമായ ഖബർ ശിക്ഷക്കും നരക ശിക്ഷക്കും കാരണമാകുന്ന ഒരു തിന്മയാണ് ലഹരിയുടെ ഉപയോഗം എന്ന ബോധം ഓരോ വിശ്വാസിക്കും ഉണ്ടാവേണ്ടതുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മൾ വിശ്വാസികൾ എന്നുള്ള നിലക്ക് റസൂൽ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളെ ഏൽപ്പിച്ചൊരു ദൗത്യമുണ്ട്. മൻ റഅ മിൻകും മുൻകറൻ, നിങ്ങളിൽ ഒരാൾ തിന്മ കാണുന്നുവെങ്കിൽ ഫൽയുഗയ്യിറുഹു ബിയദിഹി, അവനവന്റെ കൈ കൊണ്ട് അതിനെ തടഞ്ഞുകൊള്ളട്ടെ. നമ്മുടെ കീഴിലുള്ള നമുക്ക് നിയന്ത്രിക്കാൻ കഴിയുന്ന ആൾക്കാരെ നമുക്ക് നിയന്ത്രിക്കാമല്ലോ.
അതുപോലെ തന്നെ ഫമല്ലം യസ്തതി ഫബി ലിസാനിഹി, അതിന് സാധ്യം അല്ലെങ്കിൽ അവന്റെ നാവ് കൊണ്ട് തടയട്ടെ എന്നാണ്. ഇന്നത്തെ സമയത്ത് ഇന്നിപ്പോ ഓപ്പറേഷൻ തൂഫാനൊക്കെ പിന്നെ ലഹരിയെ കുറിച്ച് വിവരം കൊടുക്കുന്ന ആളുകളെ രഹസ്യമാക്കി വെക്കും എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് എവിടെയെങ്കിലും ലഹരിയെ ഈ പറഞ്ഞ രൂപത്തിൽ വ്യാജവാറ്റുകളോ ലഹരിയുടെ വിൽപ്പന കേന്ദ്രങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതിനെക്കുറിച്ചൊക്കെ നമുക്ക് വിവരം കൊടുക്കാം. ഇതൊക്കെ നമ്മൾ അള്ളാഹുവിന്റെ റസൂൽ നമ്മെ ഏൽപ്പിച്ച ദൗത്യമാണ്. അത് ആ സന്ദർഭം നമ്മൾ ഉപയോഗപ്പെടുത്തണം. മൻ റആ മിൻകും മുൻകറൻ ഫൽയുഗയ്യിറുഹു ബിയദിഹി, നിങ്ങളിൽ ഒരാൾ തിന്മ കാണുന്നുണ്ടെങ്കിൽ അത് കൈകൊണ്ട് തടയാൻ സാധിക്കുമെങ്കിൽ കൈകൊണ്ട് തടയട്ടെ, അതല്ലെങ്കിൽ അവൻ നാവ് കൊണ്ട് അത് തടയട്ടെ. ഫമൻ ലം യസ്തതി ഫബി ലിസാനി ഫബി ഖൽബിഹി, ഇനി അതിനും സാധ്യമല്ലെങ്കിൽ ഹൃദയം കൊണ്ട് വെറുത്തു കൊള്ളട്ടെ. വദാലിക അദ്അഫുൽ ഈമാൻ, ഏറ്റവും ദുർബലമായ ഈമാനാണ്. അത്തരം ഹൃദയം കൊണ്ട് വെറുക്കാൻ മാത്രമുള്ളത് ഏറ്റവും ദുർബലമായ ഈമാനുള്ള അവസ്ഥയാണ് എന്നാണ്. അപ്പൊ അത് ദുർബലമായ ഈമാൻ ആയി പോവരുത് നമ്മുടേത്. നമ്മൾ നാവ് കൊണ്ടോ കൈകൊണ്ടോ ഒക്കെ തടുക്കാൻ സാധിക്കുന്നത് തടുക്കുക. ആ നിലക്ക് മദ്യത്തിൽ നിന്ന് ലഹരിയിൽ നിന്ന് ഈ സമൂഹത്തെ രക്ഷപ്പെടുത്താൻ നമുക്ക് സാധിക്കണം. അതുപോലെ തന്നെ ലഹരിക്ക് അടിമപ്പെട്ടു പോയ ആളുകളെ നമ്മൾ മുസ്ലിം സമുദായത്തിൽപ്പെട്ട ആളുകളാണെങ്കിൽ അവരെ ആക്ഷേപിക്കുകയും ഒറ്റപ്പെടുത്തുകയും ചെയ്യാതെ മാന്യമായ നിലക്ക് അവരുമായി സഹകരിച്ച് അവരെ സമീപിച്ച് നസീഹത്തോടുകൂടി ഗുണകാംക്ഷയോടുകൂടി അവരെ മാറ്റിയെടുക്കാനുള്ള ശ്രമങ്ങളാണ്. അവരെ വെറുക്കുകയല്ല, തിന്മയെയാണ് നമ്മൾ വെറുക്കേണ്ടത്, തിന്മ ചെയ്യുന്നവരെയല്ല. അതുകൊണ്ട് തിന്മയെ വെറുക്കുമ്പോൾ ആ തിന്മ അവനിൽ നിന്ന് ഇല്ലാതെയാക്കിയെടുക്കാനായ ആവശ്യമായ നസീഹത്താണ് നമ്മുടെ അടുക്കൽ വേണ്ടത്. ഒരു മദ്യപാനായ ഒരാള് പള്ളിയിൽ വന്നാൽ എല്ലാവരും കൂടി ഇങ്ങനെ തുറച്ചു നോക്കുന്ന ഒരു അവസ്ഥ അതൊക്കെ ഉണ്ടാവാറുണ്ട് നമ്മുടെ സമൂഹത്തിൽ. അപ്പൊ അതൊന്നും ഉണ്ടാവാൻ പാടില്ല. അപ്പം എല്ലാവരോടും ഗുണകാംക്ഷ ഉണ്ടാവണം. അവന്റെ അഭിമാനം നഷ്ടപ്പെടുത്താതെ, അവനെ ആക്ഷേപിക്കാതെ, നിന്ദിക്കാതെ ഓരോരുത്തരെയും ഇഹലോകത്തും അതിലുപരി നാളെ പരലോകത്ത് നരകശിക്ഷയിൽ നിന്നും രക്ഷപ്പെടുത്താൻ ആവശ്യമായ പ്രവർത്തനങ്ങൾ നടത്താൻ എനിക്കും നിങ്ങൾക്കും ഒക്കെ സാധിക്കും. ഓരോരുത്തരും അവനവന്റെ കഴിവിൽപ്പെട്ട കാര്യങ്ങൾ ചെയ്യുക. സർവശക്തനായ നാഥൻ യഥാർത്ഥ മുസ്ലിമായി ജീവിച്ച് ഈമാനോടുകൂടി മരിക്കാൻ നമുക്ക് ഏവർക്കും തൗഫീഖ് നൽകുമാറാവട്ടെ. റഹ്മാനായ റബ്ബേ, ഞങ്ങൾ ഓരോരുത്തരെയും നീ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമത്ത് തൗഹീദ് അംഗീകരിച്ച് ജീവിച്ച് ആ കലിമത്ത് തൗഹീദ് അംഗീകരിച്ച് മരിക്കുന്ന വിശ്വാസികളിൽ വിജയികളിൽ ഉൾപ്പെടുത്തുന്ന റഹ്മാനെ. നാഥ, അറിഞ്ഞും അറിയാതെയും ഞങ്ങളിൽ സംഭവിച്ചു പോയ എല്ലാ തെറ്റുകുറ്റങ്ങളും ഞങ്ങളോട് പൊറുക്കണ റഹ്മാനെ. നാഥ, മരിക്കുന്ന സമയത്ത് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമത്ത് തൗഹീദ് അംഗീകരിച്ച് മരിക്കുന്ന വിശ്വാസികളിൽ വിജയികളിൽ ഞങ്ങളെ ഓരോരുത്തരെയും ഉൾപ്പെടുത്തുന്ന റഹ്മാനെ. ഞങ്ങൾക്കും ഞങ്ങളുടെ മാതാപിതാക്കൾ, ഇണകൾ, സന്താനങ്ങൾ എല്ലാവർക്കും നീ പാപമോചനം നൽകുകയും ഞങ്ങൾ ഏവരെയും നിന്റെ ജന്നാത്തിൽ ഫിർദൗസിൽ ഒരുമിച്ച് കൂട്ടുകയും ചെയ്യണം റഹ്മാനെ. നാഥ, ഞങ്ങളിൽ ജീവിച്ചിരിക്കുന്നവരെ നീ യഥാർത്ഥ മുസ്ലിമായി ജീവിപ്പിക്കണം റഹ്മാനെ. മരിക്കുന്നവരെ നീ ഈമാനോടും തൗബയോടും കൂടി മരിപ്പിക്കണം റബ്ബേ. അള്ളാഹുവെ, ഞങ്ങളിൽ നിന്ന് വിട പറഞ്ഞു പോയ ഞങ്ങളുടെ ബന്ധുമിത്രാദികളായിട്ടുള്ള ആളുകൾ, ഞങ്ങൾക്ക് വേണ്ടപ്പെട്ടവർ, ഞങ്ങളുടെ ഉസ്താദ്മാർ, നാഥ, എല്ലാവർക്കും നീ പാപമോചനം നൽകുകയും അവരുടെ ബർസഖി ജീവിതം നീ സ്വർഗീയമാക്കി കൊടുക്കുകയും ചെയ്യുന്ന റഹ്മാനെ. നാഥ, രണ്ട് ലോകത്തും ഞങ്ങൾക്ക് ഏവർക്കും നീ ജീവിത വിജയം നൽകണം റബ്ബേ. മാരകമായ രോഗങ്ങളിൽ നിന്നും കഠിനമായ പരീക്ഷണങ്ങളിൽ നിന്നൊക്കെ ഞങ്ങൾ ഓരോരുത്തരെയും നീ കാത്ത് രക്ഷിക്കണം റഹ്മാനെ. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന والمسلمات والأحياء منهم والأموات إنك مجيب الدعوات ويا قاضي الحاجات. اللهم أجرنا من النار، اللهم أجرنا من النار، اللهم أجرنا من النار. ربنا اصرف عنا عذاب جهنم إن عذابها كان غراما إنها ساءت مستقرا ومقاما. ربنا هب لنا من أزواجنا وذرياتنا قرة أعين واجعلنا للمتقين إماما. ربنا اغفر لنا ولإخواننا الذين سبقونا بالإيمان ولا تجعل في قلوبنا غلا للذين آمنوا ربنا إنك رؤوف رحيم. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم واغفر لنا يا غافر المذنبين. آمين برحمتك يا أرحم الراحمين. وصلى الله على نبينا محمد وعلى آله وصحبه وسلم.